ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഒരു അവധി ദിവസമാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഓരോ ജനലുകൾ തുറക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ ജനൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്നുള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ജനലിലൂടെയും നോക്കുന്നത് ഓരോ ഭംഗിയാണ്. അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിന് 2 വശത്തുള്ള 2 ജനലിലൂടെയുള്ള പുറത്തോട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പ്രകൃതിയൊക്കെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ പ്രകൃതിയോട് ചോദിക്കാറുണ്ട്. ഇത്രയും ഭംഗിയുള്ള നീ എന്തിനാണ് ഇത്രയും ദുഃഖവും വിനാശവും വിതയ്ക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ആ സല്ലാപങ്ങളൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ തന്നെ ഞാൻ വന്ന് രൂപത്തിൻ്റെ അവിടെ തിരി കത്തിക്കാണ് ട്ടോ. സാധാരണ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണി നേരത്തൊക്കെ തിരി കത്തിക്കുമ്പോൾ ആ തിരിയുടെ വെളിച്ചം നമ്മളുടെ വീട്ടിലാകമാനം പരക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്. ഇതിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് നേരം വൈകി എഴുന്നേറ്റു. വെട്ടമൊക്കെ നല്ല രീതിയിലായിട്ട് തിരി കത്തിക്കുമ്പോൾ എന്തോ ഒരു കുറവാണത്. പക്ഷെ എന്നാലും അത് നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തു പോകുന്നതാണ് ട്ടോ. അപ്പോൾ ഞാൻ ദേ ഇവിടെയും വന്ന് ബാൽക്കണിയൊക്കെ തുറന്ന് കുറച്ച് നേരം അവിടത്തെയും കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളാണ് ഇത്. ഇവിടെന്ന് സ്കൂളും ഒക്കെയാണ് കാണുന്നത്. ഇപ്പം ഞാനിങ്ങനെ രാവിലെ എനിക്ക് ക്ലാസ്സിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വളരെ സമയമെടുത്ത് ഇതൊന്നും കാണലോ ആസ്വദിക്കലൊന്നും ഇല്ല ട്ടോ. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വളരെ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ആസ്വദിക്കാനും നോക്കി നിൽക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഒഴിവുള്ള ദിവസം എന്നാണോ അന്ന് എന്തായാലും ഇതൊക്കെ കുറച്ച് നേരം കണ്ടിട്ടും നിന്നിട്ടൊക്കെ തന്നെയുള്ളൂ ബാക്കി കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ ഒരുപാട് ജനലുകളും നല്ല വെട്ടവും വെളിച്ചമുള്ള വീടും ഇതൊക്കെ വേണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇത് റെൻറ്റിന് എടുത്തിട്ടുള്ള ഫ്ലാറ്റ് ആണെങ്കിലും ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് എത്താൻ നമുക്ക് പറ്റും എന്ന് പലപ്പോഴും പറയാറുള്ളതും കേൾക്കാറുള്ളത് പോലെ തന്നെ ഒരുപാട് ആഗ്രഹത്തിൻ്റെ പേരിലായിരിക്കാം നമുക്കും നല്ലൊരു ഫ്ലാറ്റ് ഞങ്ങൾക്കിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. നല്ല വെട്ടവും വെളിച്ചമൊക്കെയുള്ള ഒരു ഫ്ലാറ്റ് നമുക്ക് കിട്ടി. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ നമ്മളുടെ കാര്യം മരുന്ന് കഴിക്കൽ. ഞാൻ പറയാറുള്ളത് പോലെ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മളെല്ലാവരും വിചാരിക്കും വളരെ നിസ്സാര മരുന്നല്ലേ എന്ന്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഈ മരുന്ന് രാവിലെ എഴുന്നേറ്റ് കഴിക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് തന്നെ എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇത് കഴിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കുന്നതാണ്. എത്ര വർഷമായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ മണി പ്ലാന്റ് എനിക്കിവിടെ വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ. എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന എൻ്റെ മക്കളെപ്പോലെ തന്നെയുള്ള മറ്റുള്ള കുടുംബാംഗങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നനച്ച് അവരെയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വെയിലത്തൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി മെയിനായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കാനുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടാണ്. അപ്പോൾ പുട്ടും പഴവും കട്ടൻ കാപ്പിയും അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ആദ്യമൊക്കെ പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ദേഷ്യമുള്ളൊരു കാര്യമായിരുന്നു ട്ടോ. കാരണം നമ്മൾ അരിപ്പൊടി നനച്ച് വരുമ്പോൾ എനിക്കത് ഒന്നല്ലെങ്കിൽ വെള്ളം കൂടും. അപ്പോൾ അതിലെ കട്ടകൾ കൂടും. അപ്പോൾ അതൊരു കഴിക്കാനൊരു രസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഞാൻ വെള്ളം വളരെ കുറച്ചാക്കി മിക്സിയിലൊക്കെ അടിച്ച് അങ്ങനെ നോക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ വെള്ളം നനവ് കുറയും. അപ്പോഴും നമ്മുടെ പൊടി വെന്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് മമ്മിയൊക്കെ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഓ എനിക്ക് ഒട്ടും പുട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ലാത്തൊരു കാര്യമായിരുന്നു പുട്ടെന്ന് പറയുന്നത്. പക്ഷേ പൊൻകതിർ പുട്ടുപൊടി വന്നപ്പോൾ പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് ഇനി അറിയില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അപ്പം അത്രയും എളുപ്പത്തിൽ വളരെ സോഫ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അല്ലേ. പൊൻകതിറിൻ്റെ ഈ പുട്ടുപൊടി മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ ട്ടോ. ഇപ്പം അപ്പവും പൊടിയുമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇതാണ്. പിന്നെ ഇവിടെ പുട്ടിന് നാളികേരം ഉപയോഗിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ നാളികേരം ഒഴിവാക്കാൻ പാടില്ല അല്ലേ? പക്ഷെ ഇവിടെ നാളികേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നാളികേരത്തിൻ്റെ ഭാഗം അങ്ങനെ തന്നെ വാരി ഇവർ മാറ്റി വെക്കും പ്ലേറ്റിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഞാനെന്തിനാ ഇപ്പോൾ കഷ്ടപ്പെട്ട് നാളികേരവും ചിരകി പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനും അതുപോലെ തന്നെ ഓക്കെ നാളികേരം ഇല്ലാത്ത പുട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ മോൾ വശം ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കുന്നത്.
നാളികേരം വരുമ്പോഴാണ് പുട്ടിനൊരു അതിൻ്റെ ഭംഗി പൂർണ്ണമാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നാളികേരം ഇല്ലാത്ത പുട്ടാണ്. അപ്പോൾ പുട്ടും പഴവും കഴിക്കുകയാണ്. അപ്പോൾ ഞാനും മോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, മോൾക്ക് 2 ദിവസം സ്പോർട്സ് ഡേ ഉണ്ടായിരുന്നു. അവള് സ്പോർട്സിന് പങ്കെടുത്തിട്ടില്ല. പക്ഷേ സ്കൂളില് പോണമെന്ന് നിർബന്ധമായിരുന്നു. അവർക്ക് അറ്റൻഡൻസ് കമ്പൽസറി ആയതുകൊണ്ട് മോള് പോയിട്ടുണ്ടായിരുന്നു. ആ 2 ദിവസം പോയതുകൊണ്ട് തന്നെ മുഖം ആകെ ടാൻ അടിച്ച് നല്ല നമ്മുടെ മഴയൊന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലാണല്ലോ. അപ്പോൾ മുഖമൊക്കെ ആകെ കരിവാളിച്ച് അവള് പറയായിരുന്നു, "എല്ലാവരും ഇത് തന്നെയാ പറയണെ അമ്മേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതൊന്ന് മാറാൻ എന്ത് ചെയ്യും?" എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏഹ് ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, "ഓക്കെ നമുക്കൊരു വഴിയുണ്ട്. നമുക്കപ്പോൾ അതുപോലെ ചെയ്യാട്ടോ" എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മേരിക്ക് സൺ ടാൻ മാറാനുള്ള വഴിയാണ് അടുത്തത്. ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ തക്കാളി ആയാലും തൈരായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ സൺ ടാൻ മാറാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ ഇങ്ങനെ മുറിച്ച് കൊടുക്കാണ് കേട്ടോ മേരിക്ക്. ഫുള്ളായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഞെക്കി ഞെക്കി എടുത്ത് അതിൻ്റെ ജ്യൂസ് മുഖം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അവർക്കത് യൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, സൺ ടാൻ മാറാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് തൈര്. തൈര് മാത്രം മുഖത്തിട്ടാലും മതി. അതാവുമ്പോൾ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ഇടാം. പക്ഷേ തൈരിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി പോകുമ്പോൾ നമുക്ക് മുഖത്തിടാനായിട്ട് ഒരു ഗ്രിപ്പ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങളാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതല്ല നമുക്ക് വീട്ടിൽ പൊടിച്ചിട്ടൊക്കെ എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതിൽ വല്ല മുളക് പൊടിയുടെ അംശം ഉണ്ടോ എന്ന്, ഒന്ന് എരിയുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് വേണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കടലമാവ്. കടലമാവ് നമുക്കറിയാം വളരെ ഗുണമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് കടലമാവ് ഒത്തിരി നല്ലതാണ്. കടലമാവ് ഇത്തിരി ഡ്രൈ ആക്കാൻ സാധ്യതയുള്ളൊരു സംഭവമായതുകൊണ്ട് ഡ്രൈ സ്കിൻകാർക്ക് അതത്രയും നല്ലൊരു കാര്യമല്ല. പക്ഷേ മോളുടെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ തൈരും കടലമാവും മഞ്ഞളും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെയാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മുഖത്ത് തേക്കാൻ പിടിക്കാനും തേച്ച് കൊടുക്കാനും മുഖത്തിരിക്കാനും ഒക്കെ ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും ഇനിയിപ്പോൾ കയ്യിലോ കാലിലോ മേല് മുഴുവൻ ഒക്കെ ഇടാം. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു പുറത്തോട്ട് പോയി സൺ ടാൻ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡ്രസ്സ് ഇടുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് ആ ഒരു കറുപ്പ് കളർ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ മോൾക്ക് ഞാൻ മുറിച്ച് കൊടുത്ത തക്കാളി അവളിങ്ങനെ ഫേസ് മുഴുവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും പിന്നെ എന്താ പറയുക, ചെയ്തല്ലേ പറ്റൂ. പിന്നെ വലുതായി വരുമ്പോഴാണല്ലോ അതിനോടൊക്കെയുള്ള ഒരു ഇഷ്ടം വരിക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മോളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിന്ന് ബാത്റൂമിലുള്ള ബക്കറ്റ്, കപ്പ്, പിന്നെന്താ നമ്മുടെ സോപ്പ് ഡിസ്പെൻസർ, ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കുന്ന നമ്മളുടെ ബാസ്ക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മണി പ്ലാന്റിൻ്റെ പോട്ട്. അപ്പോൾ ഒരു ബാത്റൂമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം ഇന്ന് എനിക്ക് വാഷ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 വാഷ്റൂമുണ്ട്. അപ്പോൾ 3 വാഷ്റൂമിലെ ഓൾ സെറ്റ് എടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ബാത്റൂമിൻ്റെ ക്ലീനിങ്ങിനൊപ്പം തന്നെയാണ് ബക്കറ്റും കപ്പൊക്കെ കഴുകുകയൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല. കണ്ടോ, ഇതൊക്കെയാണ് എനിക്കിന്ന് വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്യും ട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് കുമ്പിട്ട് നിന്ന് വാഷ് ചെയ്യണ്ട. നമുക്ക് നമ്മളുടെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല സൺലൈറ്റും വെട്ടവും കാണുമ്പോൾ നമുക്കതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ വെച്ച് കഴുകുന്നതിനേക്കാളും ഇത്തിരിയും കൂടെ ക്ലീൻ ആയിട്ടും സമയമെടുത്തിട്ടായാലും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ ബാത്റൂമിലേക്കുള്ള ബക്കറ്റും കപ്പൊക്കെ മേടിക്കുമ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെ മേടിക്കണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ ഈ വില കുറഞ്ഞിട്ടുള്ള ബക്കറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള ആ ഒരു വഴുക്കൽ പെട്ടെന്ന് വരും. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഇത്തിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണെങ്കിൽ അതങ്ങനെ പെട്ടെന്നൊന്നും ആവില്ല.
പക്ഷെ നമ്മള് ഒരു വീക്ക്ലി വൺസോ അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴെങ്കിലും ഇതുപോലെ നന്നായി സ്ക്രബ് ഉപയോഗിച്ച് നമ്മളുടെ ബക്കറ്റും കപ്പും ഒക്കെ നന്നായി കഴുകണം. അതുപോലെ തന്നെ നമ്മള് ഓരോ പ്രാവശ്യം നമ്മള് വാഷ്റൂം യൂസ് ചെയ്ത് കഴിയുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ കുളി കഴിയുമ്പോ ബക്കറ്റും കപ്പൊക്കെ വെള്ളമൊന്നുമില്ലാതെ കമിഴ്ത്തി വെക്കാനായിട്ട് പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നമ്മുടെ ബക്കറ്റും കപ്പൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആയി അങ്ങനെ ഇരിക്കും. അതാണ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ കുളി കഴിഞ്ഞ് ബക്കറ്റിൽ കുറച്ച് വെള്ളം ബാക്കി വെച്ച് പോരുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അത് നമ്മൾ മാറ്റണം. ഞാൻ മോനോടായാലും എപ്പഴും പറയും, കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബക്കറ്റ് ഫുള്ള് വെള്ളം കളഞ്ഞ് കമഴ്ത്തി വെക്കണം. അവിടെ ഒരു കുഞ്ഞ് സ്റ്റൂളുണ്ട്. അപ്പോൾ അതിലേക്ക് കമഴ്ത്തി കയറ്റി വെക്കാൻ പറയും ഞാൻ. അപ്പോൾ അത് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ എപ്പോഴും ബക്കറ്റില് കുളിക്കാന്നൊക്കെ പറയുന്നത് നമ്മളുടെ ശീലമാണ്. എപ്പോഴും ഷവറിൽ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് ബക്കറ്റും വേണ്ട, കപ്പും വേണ്ട. സുഖമായിട്ട് നമ്മളുടെ ബോഡിയിലോട്ട് ഫുള്ള് വെള്ളം എന്താ പറയാ കുത്തി വീഴുമ്പോൾ നമ്മുടെ സർക്കുലേഷൻ ആണെങ്കിലും ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷെ നമ്മൾ ശീലിച്ചത് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുന്ന് മാത്രം. അപ്പോൾ ഞാന് മോളുടെ മുഖത്ത് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കാണ് ട്ടോ. അപ്പോൾ അത് മഞ്ഞളും കടലമാവും തൈരൊക്കെ കുറച്ച് നേരം ഇരുന്ന് എല്ലാം നല്ല യോജിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇത്തിരി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മുഖത്ത് പറ്റി കൊടുക്കുന്നത്. കണ്ണിൻ്റെ സൈഡിലേക്ക് ഒരുപാട് ഇടാതെ നമുക്ക് മുഖം മുഴുവനായിട്ടും ചെവിയിലും കഴുത്തിലും ഒക്കെ കയ്യിലും ഒക്കെ അവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കടലമാവും മഞ്ഞളും ഒന്നും ഇല്ലെങ്കിലും വെറുതെ തൈര് ഇടുക എന്ന് പറയുന്നതും സൺ ടാൻ മാറാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ചിലവരുടെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് പെട്ടെന്ന് സൺ ടാൻ ആവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ വീട്ടിൽ ചെയ്യാം. അതല്ലാതെ ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ ഇതിൽ പരം കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറുകളിൽ പോയിട്ടൊന്നും ചെയ്ത് കൊടുക്കേണ്ട പ്രായമോ അവരുടെ സ്കിന്നിന് അതിൻ്റെ ഒരു മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. അപ്പോൾ മേരി ഇതുവരെയും ഇതിങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് മേരി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ മേരി തന്നെയാണ് ട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ മക്കളോടായാലും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ട്ടോ. അതായത് വലുതായിട്ടല്ല സ്കിൻ കെയർ ചെയ്യേണ്ടത്. വലുതായിട്ട് സ്കിൻ കെയർ നമ്മൾ ചെറിയ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയും ഭംഗിയൊക്കെ ഉറപ്പിക്കുന്നത് ചെറിയ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിലൊക്കെ ഏഹ്, ഏതാണ് സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെന്ന് കണ്ടെത്തി അത് ഉപയോഗിച്ച് അതിന് കെയർ കൊടുത്ത് ചെയ്താലാണ് വലിപ്പത്തിലേക്ക് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തുള്ളൂ. പിന്നെ ഏതൊരു കാര്യവും നമുക്ക് കിട്ടുന്നതിനെ പരിപോഷിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതിലാണ് അതിൻ്റെ കാര്യം. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല വെളുപ്പുണ്ടാവണം എന്നുള്ളതിലൊന്നുമല്ല കാര്യം. നല്ല വൃത്തിയുണ്ടാവണം, ഭംഗിയുള്ള സ്കിൻ ഉണ്ടാവണം, ഭംഗിയുള്ള ഹെയർ ഉണ്ടാവണം. അപ്പോൾ വൃത്തിയുമാണ് കാര്യം. അതുപോലെ തന്നെയാണ് നമ്മളുടെ നെയിൽ കെയർ കുട്ടികളോട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ട്ടോ. അപ്പോൾ ബാത്റൂമിലെ ബക്കറ്റ് കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ നമ്മൾക്ക് എല്ലാ റൂമിലും നമ്മൾ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ബിൻ കഴുകണം. ചെറിയ പൊടികളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കഴുകി പിന്നെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വൈറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴുകി വൃത്തിയാക്കണം എന്നൊരു തോന്നലും നമുക്കുണ്ടാവും. ഇപ്പോൾ ഒരു ഡാർക്ക് കളേഴ്സും ഒക്കെ ആണെങ്കിൽ അതൊരു വേസ്റ്റ് ബക്കറ്റായിട്ട് തന്നെ എന്നും ഒരു വീട്ടിലിരിക്കും. ആരാ അത് കഴുകുക? ആരും കഴുകില്ല. അത് അവിടെ ഇരിക്കും. അപ്പോൾ വൈറ്റൊക്കെ ആകുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ കുറേ നേരം ഈ വാഷിംഗ് ബേസിൻ്റെ അവിടെ നിന്ന് കഴുകിയപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ആപ്രൺ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നു എന്നല്ലാതെ ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും അതൊന്നൊന്ന് എടുത്ത് കെട്ടി. മോനാണ് ഇത് ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ട് ഷെഫ് ആവാനായിട്ട് ഉദ്ഘാടിച്ചത് ട്ടോ. അപ്പോൾ ഞാൻ ആപ്രണൊക്കെ കെട്ടിയിട്ടാണ് പണികളൊക്കെ. അപ്പോൾ ദേ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ വാഷിംഗ് ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വാഷിംഗ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും നമ്മളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വേറെ, മക്കളുടെ യൂണിഫോം വേറെ, പിന്നെ നമ്മൾ പുറത്ത് പോകുന്ന ഡ്രസ്സുകളാണെങ്കിൽ വേറെ 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 ആയിട്ടാണ് കഴുകുക. പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് കഴുകാനാണെങ്കിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ സാരി ആണെങ്കിലും ഞാനൊരു 1, 2 പ്രാവശ്യമൊക്കെ പുറത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് കഴുകണം. അപ്പോൾ അങ്ങനെ നമുക്ക് ബാച്ചായി കഴുകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ട്ടോ അവധി ദിവസം. അവധി ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന്
തുടങ്ങി കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അത്, അത് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പണികൾ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടായിരിക്കും ട്ടോ ഓരോരോ പണി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയം പോകുന്നത് അറിയില്ല. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് സാറ്റർഡേ ഈവനിങ് ഞങ്ങള് എൻ്റെ വീട്ടിൽ പോകും. കാരണം നാളെ മക്കൾക്ക് കാറ്റീസ് ഉള്ളതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പോകുന്ന സമയത്തിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ ഏകദേശം ഞങ്ങളൊരു 5:30, 6 മണിയൊക്കെ ആകുമ്പോൾ ഇവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് സാധാരണ പോവാറ്. അപ്പോൾ അതുവരെയുള്ള സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. അപ്പോൾ ഞാൻ തുണികള് അവിടെ വിരിച്ചിടുന്ന സമയം കൊണ്ട് ഞാൻ മേരിയുടെ അടുത്ത് പറഞ്ഞു, മേരി അടിച്ചു വാരാൻ പറഞ്ഞിട്ട്. അപ്പോൾ മേരി മുഖത്തും കഴുത്തിലൊക്കെ പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും അടിച്ചു വാരാനായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലെങ്കി ഇപ്പൊ എന്താ അത്രയും സമയം അവര് മൊബൈൽ നോക്കിയിരിക്കും അല്ലെങ്കിൽ ടാബ് കണ്ടിരിക്കും. അപ്പോൾ മേരി എനിക്ക് എല്ലാ വശവും അടിച്ചു വാരി വൃത്തിയാക്കി തന്നു. അപ്പോൾ എനിക്കതിൻ്റെ പിന്നാലെ തന്നെ തുടയ്ക്കാലോ. അപ്പോൾ ഞാനും മേരിയും തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാ പണികളും നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് അത് എല്ലാതും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പകുതി വഴി എത്തുമ്പോഴേക്കും നമ്മൾ ടയേർഡായി തുടങ്ങും. അപ്പോൾ നമ്മളതിൽ നമ്മളുടെ പണികളിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഉഴപ്പ് വരും അല്ലേ? അപ്പോൾ പറ്റാവുന്നത്ര പണികൾ അവരും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാതും നമ്മൾ വിചാരിച്ച പോലെ തന്നെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. ഇതെന്താ? ഇതാണ് മ്യൂറൽ പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂറൽ പെയിൻറ്റിങ് ആണ് കേട്ടോ. മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചുവർ ചിത്രങ്ങളാണ്. പണ്ടൊക്കെ നമുക്കറിയാം അമ്പലങ്ങളിലും ഒക്കെ ആണ് ചുവർ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടുവന്നിരുന്നത്. ചുവർ ചിത്രങ്ങൾ പിന്നീട് തുണികളിലോട്ടായപ്പോൾ നമ്മളതിനെ ഫാബ്രിക് പെയിൻറ് എന്ന് പറയുന്നു. പക്ഷേ ഫാബ്രിക് പെയിൻറ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് തരം പെയിൻറ്റിങ്ങും ഫാബ്രിക്കിൽ ചെയ്യാം. പക്ഷേ ഇത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫാബ്രിക്കിൽ ചെയ്യുമ്പോഴും നമ്മളതിന് മ്യൂറൽ പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് തുടങ്ങിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിരിക്കുകയാണ് വീട്ടിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മളത് ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വരുന്ന ഓണത്തിന് നമുക്കിപ്പോൾ ഈ വയനാടിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഓണം സെലിബ്രേഷൻ ഒന്നും കാര്യമായിട്ട് അവിടെ ഇല്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഡ്രസ്സ് പ്രസൻറ്റേഷൻ ഉണ്ട്. അത് നമ്മളുടെ പഠിപ്പിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മൾ തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് നമുക്കിപ്പോൾ ഡ്രസ്സ് സ്റ്റിച്ച് നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, പുറത്ത് തയ്പ്പിക്കാൻ കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലെ പെയിൻറ്റിങ്, അതായത് മ്യൂറൽ പെയിൻറ്റിങ് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അത് ഓഗസ്റ്റ് ലാസ്റ്റാണ് അതിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പിക്ചറുകളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നു. അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ എന്താ പറയുക, എല്ലാവരും കൂടി നമ്മൾ എത്ര പ്രായമായി വരുമ്പോഴും നമ്മളൊരു സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറുതാവും അല്ലേ? ഇപ്പോൾ എൻ്റെ ബാച്ചിലാണെങ്കിലും ഒരുപാട് കുട്ടികൾ കല്യാണം കഴിയാത്തവരും കുറച്ച് പേരൊക്കെ കല്യാണം ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുള്ളവരും അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ എന്നെപ്പോലെയുള്ളവരുണ്ട്, അമ്മമാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളൊരു ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്റ്റുഡൻസാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രായക്കാരാവും. അതൊരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചിലപ്പോൾ ഈ പെയിൻറ് മേടിക്കാനൊക്കെ ആയിട്ട് തൃശ്ശൂർ പോവും. തുണി മേടിക്കാനായിട്ട് പുളിമൂട്ടിലൊക്കെ പോവാറുണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനില്ലാത്ത സമയം കൈപിടിച്ചാണ് ഇതിനൊക്കെ പോകുന്നത്. കാരണം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇതിനൊക്കെ പോയി 3 മണിക്ക് മക്കൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്കിവിടെ ഫ്ലാറ്റിലെത്തണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് പോകുന്ന ഒരു ഷോപ്പിംഗ് ആയിരിക്കില്ല അത്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാത്തത്. ഇല്ലെങ്കിൽ ഇതൊരു രസമാണ് കേട്ടോ. എല്ലാവരും കൂടി പോകുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും ഓരോന്ന് മേടിക്കുന്നതും. പിന്നെ പ്രത്യേകിച്ച് പുളിമൂട്ടിലൊക്കെ ഇഷ്ടം പോലെ തുണികളുണ്ട്. നല്ല എന്താ പറയുക, കുർത്ത തയ്ക്കാനും 120 റുപ്പീസ് 130 റുപ്പീസ് പെർ മീറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് പുളിമൂട്ടിലുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഒരുപാട് തുണികൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു തുണി എടുക്കൽ കഴിഞ്ഞല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ട, ഞാനിനി തയ്ക്കാൻ പഠിക്കട്ടെ എന്നിട്ട് മേടിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ തന്നെയാണ് ഫെജി തൃശ്ശൂരുള്ള എല്ലാവർക്കും അറിയുന്നൊരു കടയാണ്. ഒരു തയ്പ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാത്തിനും ഉത്തരമുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഇതെന്തിനാ? അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടല്ലേ, ഇതിനൊക്കെ മാർഗം ഉണ്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ആ കടയിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ.
അപ്പം അതും വലിയൊരു ഷോപ്പാണ്. പുത്തമ്പള്ളിയുടെ അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കടകളാണല്ലോ. അതൊരു എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു ബോംബെ മാർക്കറ്റിലോട്ടൊക്കെ പോയ പോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലമാണ് ഈ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള ആ 2, 3 വഴികളെന്ന് പറഞ്ഞാൽ മുഴുവൻ കടകൾ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും ഒരുപാടൊന്നും അവിടെ പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് ഇങ്ങനെ അടുത്തടുത്തൊക്കെ പോണ്ടി വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണേ എന്തെല്ലാം കടകൾ, എത്ര കടകളാണെന്ന്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻസ് ഡേ ആവാറായതുകൊണ്ട് തന്നെ തൃശ്ശൂര് ആ ഒരു വഴിയിൽ മുഴുവൻ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട തൊപ്പികളും ബാൻഡുകളും ഡ്രസ്സുകളും ഫ്ലാഗും അതിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ അവിടെ. അപ്പോൾ പെയിൻറ്റിങ് ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നാണ് പറഞ്ഞേക്കണത്. ഞാൻ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, അതിലേത് പെയിൻറ്റ് ചെയ്യണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കാരണം നമ്മൾ നല്ല ഡ്രസ്സിൽ നമ്മളായിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് കൊളാവാതെ ചെയ്യണമല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നേ, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട്. കുറച്ച് നേരം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഫുഡ് കുക്കിംഗ് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വെണ്ടക്കായ ഉപ്പേരി വെച്ചതുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട പൊരിച്ചു, അച്ചാറും. ഇത്രയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനും മേരിയും ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾക്കങ്ങനെ ചാറുകറി വേണം, നോൺ വെജ് വേണം, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. എന്തായാലും കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ഞാനിവിടെ വെക്കുകയുള്ളൂ. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരി അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇവിടെ മോനില്ല. മോൻ പപ്പയും മമ്മിയും ബർത്ത്ഡേക്ക് വന്ന് കുറച്ച് ദിവസം 2, 3 ദിവസം അവരിവിടെ നിന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പോയപ്പോൾ അവരുടെ കൂടെ പോയി. കാരണം വ്യാഴവും വെള്ളിയും മേരിക്ക് സ്പോർട്സ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അവന് പോകണ്ടായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ അവന് അവധി ആയതുകൊണ്ട് അവിടെ പോയി. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമാണ്. കാരണം അവൻ്റെ സൈക്കിൾ ഇരിക്കുന്നത് അവിടെയാണ്. അവന് സൈക്കിൾ ചവിട്ടി നടക്കാം. പിന്നെ എല്ലാ അയൽവക്കത്തെ വീട്ടിലും കയറി എല്ലാ വിശേഷവും വർത്താനവും പറയും. ഇവിടെ ഫ്ലാറ്റിലാവുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കല്ലേ. അപ്പോൾ അവന് എങ്ങനെയെങ്കിലും അപ്പാപ്പൻ്റെ മാമൻ്റെ അടുത്ത് വീട്ടിൽ പോകണം എന്നുള്ളത് അവൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ എപ്പോൾ അവധി കിട്ടിയാലും അപ്പോഴേ തുടങ്ങും അവൻ ഞാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ എന്ന്. പിന്നെ അവൻ പള്ളിയിൽ പോയി കളിക്കും. പിന്നെ അവൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് അവന് അവിടെ പോകാനാണ് ഇഷ്ടം. മേരിയുടെ മുഖത്തൊരു ഗ്ലോ ആയിട്ടുണ്ടല്ലേ. നല്ലൊരു പാക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് നിങ്ങളുടെ മക്കൾക്കായാലും നമുക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോൾ ദേ ഇങ്ങനെ എന്താ പറയുക, വെയിലാണോ മഴ വരുന്നുണ്ടോ എന്നുള്ളൊരു രീതിയിൽ കാർമേഘങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ടുണ്ട്. ഈ ഒരു പച്ചപ്പിൽ തന്നെ എത്ര ഷെയ്ഡുകളാ അല്ലേ, വെയിലടിക്കുന്ന ഷെയ്ഡ്, മങ്ങി നിൽക്കുന്ന ഷെയ്ഡ്, അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ഉച്ചതിരിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പതിവ് പോലെ തന്നെ ഞാനും മെരിമോളും കൂടെ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നൊരു നൈറ്റും നാളെ ഏകദേശം രാത്രിയാവുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സാറ്റർഡേയുടെ വിശേഷങ്ങൾ. ഇതാണ് മക്കളുടെ സ്കൂളിൻ്റെ മതിൽ കേട്ടോ. അപ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീസൺ ബൈ ബൈ.